ഈ നെക്കിൻ്റെ കഴുത്തകലം 2.25 എടുക്കുന്നത്. അവർക്ക് ഒത്തിരി കഴുത്ത് അകന്ന് വേണ്ട എന്ന് പറഞ്ഞതുകൊണ്ടാണ് നമുക്ക് തയ്ക്കാൻ കിട്ടിയേക്കുന്നതാണ്. കഴുത്തിറക്കം 7 ഇഞ്ചാണ് അടയാളപ്പെടുത്തുന്നത്. അതിനുശേഷം നമ്മൾ സ്ക്വയർ വരച്ച് കൊടുക്കുന്നു. ഇവിടെ ആ 2.25 തന്നെ അടയാളപ്പെടുത്തി സ്ക്വയർ വരച്ച് കൊടുക്കുന്നു. ഇവിടെ നിന്ന് ഇങ്ങനെ 1 ഇഞ്ച് കയറ്റി അടയാളപ്പെടുത്തുന്നു. ഇവിടെ 2 ഇഞ്ച് കയറ്റി അടയാളപ്പെടുത്തുന്നു. അതിനുശേഷം ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് 1 ഇഞ്ച് അടയാളപ്പെടുത്തണം. ഇങ്ങനെ നമുക്ക് അതിനിപ്പുറയായിട്ട് 2 ഇഞ്ച് അടയാളപ്പെടുത്തണം. ഇനി നമുക്കിതെല്ലാം ചേർത്തൊന്ന് വരച്ച് കൊടുക്കാം. മുകളിലേക്ക് 1 ഇഞ്ചും കൂടെ അടയാളപ്പെടുത്തണം. എന്നിട്ട് വേണം ചേർത്ത് വരച്ച് കൊടുക്കാനായിട്ട്. എന്നിട്ട് ഇനി ഇങ്ങനെ ഷേപ്പ് ചെയ്തൊന്ന് വരച്ച് കൊടുക്കാം. അങ്ങനെ ഷേപ്പ് ചെയ്ത് നമ്മൾ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അത് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ മുകളിൽ തീർത്ത് മുറിക്കാതെ ഇങ്ങനെ കുറച്ച് നിർത്തിക്കൊണ്ട് മുറിക്കുകയാണെങ്കിൽ നമുക്ക് കഴുത്ത് അകന്നു പോകാതെ തയ്ച്ചെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ചിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് തയ്ക്കുമ്പോഴും ഒക്കെ ആയിട്ട് വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. എന്നിട്ട് ഇതുപോലെ നമുക്ക് ഇതിൻ്റെ ഷേപ്പ് ചെയ്തെടുത്തോടെ തന്നെ നമുക്ക് വെട്ടിയെടുക്കാം. അങ്ങനെ വെട്ടിയെടുത്ത് ഈ ഷേപ്പിലാണ് നമുക്ക് കിട്ടുന്നത്. അത് തുണിയുടെ മോശം വശത്ത് വെച്ച് നമ്മൾ തേച്ചെടുക്കുന്നു. എന്നിട്ട് ഇതുപോലെ നമ്മൾ മുറിച്ചെടുക്കണം. ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കണം. കോർണർ വരുന്ന ഭാഗമെല്ലാം ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതുപോലെ നമ്മൾ അടിച്ചെടുക്കണം. മടക്കി അതിലേക്ക് വെച്ചിട്ട് അടിച്ചെടുക്കണം. ബാക്ക് കഴുത്തും വെട്ടി ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതും ഇതുപോലെ തന്നെ മടക്കി അടിച്ച് എടുക്കണം. റൗണ്ടാണ് ബാക്ക് കഴുത്ത് എടുത്തിരിക്കുന്നത്. 5.5 ഇഞ്ച് ഇറക്കവും 2.25 ഇഞ്ച് കഴുത്തകലവുമാണ് എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ വെച്ച് അടിച്ചെടുക്കുക. ലൈനിങ് പീസും അതിന് മുകളിൽ നല്ല തുണിയും അതിൻ്റെ മുകളിൽ കഴുത്തും വെച്ചാണ് തയ്ക്കുന്നത്. ഇതുപോലെ നമുക്ക് അടിച്ച് പിടിപ്പിക്കാം. ബാക്ക് നെക്കും ഇതുപോലെ അടിച്ചെടുക്കാം. സൈഡിൽ നിൽക്കുന്ന സൈഡ് ഇതുപോലെ പൊളിച്ചിട്ട് അവിടെ കണ്ടിച്ച് കളയണം. അവിടെ അകമെല്ലാം ഓരോ കട്ട് കൊടുക്കാം. അതിനുശേഷം തിരിച്ചിട്ട് പുറംകാണി അടിച്ചു കൊടുക്കുകയാണ്. ഇനി പുറംകാണി അടിച്ചിട്ടുണ്ട്. അകത്തേക്ക് മടക്കി വെക്കാം. അതിന് ശേഷം വീണ്ടും ഫ്രണ്ട് പീസ് എടുക്കുന്ന ഫ്രണ്ട് പീസിലേക്ക് ലൈനിങ് വെച്ച് അതിൻ്റെ മുകളിലേക്ക് നല്ല തുണി നല്ലപോലെ വെച്ച് കൊടുത്തു. കഴുത്ത് വെച്ചിട്ട് പിൻ ചെയ്ത് ഉറപ്പിക്കുക. ഇതിൻ്റെ നടുക്കോടെ ഒന്ന് കറക്റ്റായിട്ട് അടിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം സൈഡിൽ കൂടി അടിച്ച് എടുക്കാം. ഓരോ കോർണർ വരുന്നിടത്തും സൂചി കുത്തി നിർത്തി വളച്ചെടുത്ത് വേണം അടിക്കാനായിട്ട്. വളരെ ശ്രദ്ധിച്ച് വേണം ഇത് ചെയ്യാൻ. അങ്ങനെ ഇത് ഫുള്ളായിട്ട് അടിച്ചിട്ടുണ്ട്. അകത്തെ ഭാഗം നമ്മൾ മുറിച്ച് കളയുന്നു. ഓരോ കോർണറുകളിലും പരമാവധി വെട്ടിക്കൊടുക്കാവുന്നത്ര പരമാവധി വെട്ടണം. ഇനി മറിച്ചിട്ടെടുക്കാവുന്നതാണ്. അങ്ങനെ ഒരു സ്ക്രൂ ഡ്രൈവർ വെച്ചാണ് ഞാനിതിൻ്റെ കുഞ്ഞ് സ്ക്രൂ ഡ്രൈവർ വെച്ചാണ് ഇത് മറിച്ചിട്ടത്. ഇനി ഇതിന് പുറംകാണി അടിച്ചു കൊടുക്കുന്നുണ്ട്. അതാണെങ്കിൽ നല്ലപോലെ പതിഞ്ഞ് ഭംഗിയായിട്ട് മാറ്റമൊന്നും വരാതെ ഇരുന്നോളും.
ഇനി ബാക്ക് കഴുത്തിലേക്ക് ഫ്രണ്ട് കഴുത്ത് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അതിന് ബാക്ക് കഴുത്തിൻ്റെ പീസ് എടുത്ത് ഇതിൻ്റെ മുകളിലായിട്ട് ഫ്രണ്ട് കഴുത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ബാക്ക് കഴുത്തിൻ്റെ വക്രം പുറത്തേക്ക് മടക്കി വെച്ച് ഫ്രണ്ട് കഴുത്തിൻ്റെ പുറത്തേക്ക് മടക്കി വെച്ച് ഇതുപോലെ അടിച്ചെടുക്കണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്കിൻ്റെ കാര്യം മറന്നു പോകല്ല. മറിച്ചിടുമ്പോൾ കണ്ടോ ഭംഗിയായിട്ടിരിക്കും. സൈഡ് കണ്ടോ ഒരു കയറ്റിറക്കൊന്നും ഇല്ലാതെ ഭംഗിയായിട്ടിരിക്കും. ബാക്ക് കഴുത്തും ജോയിൻ്റ് ചെയ്തതിന് ശേഷം ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ബാക്ക് കഴുത്തിൻ്റെ സൈഡിൽ കൂടി ഒന്ന് പതിച്ച് അടിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ അത് നല്ല ഭംഗിയായിട്ട് ഇരിക്കും.